അടുത്ത സംഭവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠനായിട്ടുള്ള മറ്റൊരു അനുയായി, അദ്ദേഹത്തിന്റെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം, സുഹൈബ് ഇബ്നു സിനാൻ ഇബ്നു മാലിക് റൂമി, സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു, റോമക്കാരനായിട്ടുള്ള സുഹൈബ്. ആ രൂപത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. യഥാർത്ഥത്തിൽ അദ്ദേഹം പേരിൽ മാത്രമാണ് റോമക്കാരൻ, യഥാർത്ഥത്തിൽ അദ്ദേഹം അറേബ്യൻ വംശജൻ തന്നെയാണ്. പക്ഷേ റോമക്കാരൻ എന്ന് അദ്ദേഹത്തെ വിളിക്കാനുള്ള കാരണം, മനോഹരമായിട്ടുള്ള ചരിത്രം, യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം എല്ലാം ആരംഭിക്കുന്നതിന്റെ എത്രയോ മുമ്പ് സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് സിനാൻ ഇബ്നു മാലിക് നുമൈരി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ പിതാവ് അക്കാലഘട്ടത്ത് പേർഷ്യൻ ഭരണത്തിന് കീഴിലുള്ള ഒരു പ്രദേശം, അതായത് ബസ്രയുടെ ഭാഗമായിട്ടുള്ള ഉബല എന്നറിയപ്പെടുന്ന പ്രദേശത്തെ ഗവർണറായിരുന്നു സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ്. ഈ പിതാവിനാണ് സുഹൈബ് എന്നറിയപ്പെടുന്ന ഒരു ചെറിയ പുത്രൻ ജനിക്കുന്നത്. അതായത് ചെറിയ കുട്ടി, സുന്ദരനായിട്ടുള്ള ചെമ്പിച്ച തലമുടിയെല്ലാം ഉള്ള, മനോഹരമായിട്ടുള്ള ഈ തലമുടികളെല്ലാം ഉള്ള ഈ ഒരു സുന്ദരനായിട്ടുള്ള ഒരു ചെറിയ കുട്ടി. ഈ കുട്ടിയെ ഉമ്മാക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഉമ്മ പല സമയത്തും കുട്ടിയെയും കൂട്ടി പല സ്ഥലത്തേക്കും യാത്രകൾ പോകാറുണ്ടായിരുന്നു. ഒരിക്കൽ ഈ സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഈ കുട്ടിയെയും അതേപോലെ തന്നെ കുടുംബക്കാരെയും ഭൃത്യന്മാരെയും എല്ലാം കൂട്ടിയിട്ട് ഒരല്പം ഫാമിലി സഹിതം ഒരല്പം ദൂരേക്ക് അവർ ടൂർ പോവാണ്. അപ്പൊ അവർ ടൂർ പോയത് ഇറാഖിലുള്ള ദനി എന്നറിയപ്പെടുന്ന പ്രദേശത്തേക്കാണ് അവർ പോയത്. അപ്പൊ അവിടെ വെച്ചിട്ട് അവരെ റോമൻ പട്ടാളക്കാരവരെ വളയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പിതാവ് ജോലി ചെയ്യുന്നത് പേർഷ്യൻ ഭരണത്തിന് കീഴിലുള്ള പ്രദേശത്താണ്. അപ്പൊ ഇവർ ഇറാഖിലുള്ള ദനിയിലെത്തിയ സമയത്ത് റോമൻ പട്ടാളക്കാർ അവരെ വളഞ്ഞു, അവരെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചു. ആ സമയത്ത് അവരുടെ ഭൃത്യന്മാർ പ്രതിരോധിക്കാൻ നോക്കിയെങ്കിലും അവരെല്ലാം നിസ്സാരമായിട്ട് കീഴടക്കി റോമൻ പട്ടാളക്കാര് സമ്പത്ത് കൊള്ളയടിച്ച് ഈ മുഴുവൻ ആളുകളെയും അവര് റോമിലുള്ള അടിമച്ചന്തയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചുകൊണ്ട് വിൽക്കുകയാണ്. അപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ റോമിൽ അടിമയായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവനായിരുന്നു സുഹൈബ് റളിയല്ലാഹു അൻഹു. അപ്പൊ അദ്ദേഹം അവിടെ ജീവിച്ചു, അടിമയായിട്ട് നിരവധി ആളുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് അവിടെ റോമിലായിരുന്നു പിന്നീടുള്ള കാലം അദ്ദേഹം ജീവിച്ചത്. അപ്പൊ അദ്ദേഹം ജീവിക്കുന്ന സമയത്ത് ആ റോമിലുള്ള അവരുടെ ആ ഒരു ജീവിത രീതിയൊന്നും അദ്ദേഹത്തിന് തീരെ പിടിച്ചില്ല. അദ്ദേഹം അറബി ഭാഷയൊക്കെ മറന്നെങ്കിലും തന്റെ ജനതയോട് അദ്ദേഹത്തിന് അങ്ങേയറ്റം, അതായത് തന്റെ ജനതയിലേക്ക് വന്നു ചേരണം, തനിക്ക് തിരിച്ചു പോകണം എന്നുള്ള ചിന്ത ജീവിതത്തിലുടനീളം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മൾ ലോകത്ത് എവിടെ പോയാലും നമ്മുടെ ആ ജന്മനാടിനോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അങ്ങനെ അങ്ങോട്ട് തിരിച്ചെത്തണം എന്നുള്ള ഒരു മോഹം ഏതൊരാൾക്കുണ്ട്. അതേ രൂപത്തിൽ തന്റെ ജനതയിലേക്ക് തിരിച്ചു പോകണമെന്ന് അതിയായി അദ്ദേഹം ആഗ്രഹിച്ചു. അത് മാത്രമല്ല, അക്കാലഘട്ടത്തിൽ അദ്ദേഹം ക്രൈസ്തവനായിരുന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു ക്രൈസ്തവ പുരോഹിതൻ ഒരിക്കൽ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിനോട് യേശു ക്രിസ്തുവിന്റെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ദൗത്യത്തെ എല്ലാം സത്യപ്പെടുത്തിക്കൊണ്ട് വരാനിരിക്കുന്ന ഒരു പ്രവാചകനെ സംബന്ധിച്ചുള്ള ഒരു സന്തോഷ വാർത്തയും അറിയിച്ചു. അതായത് ജനങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രവാചകൻ മക്കാദേശത്ത് വരാനിരിക്കുന്നുണ്ടെന്നൊരു സന്തോഷ വാർത്തയും സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിന് അവിടെയുള്ള ഒരു പാതിരിയിൽ നിന്ന് ലഭിച്ചു. നമുക്കറിയാം, അവിടെ പല ആളുകൾക്കും, അതായത് ക്രൈസ്തവരായിട്ടുള്ള സത്യസന്ധരായിട്ടുള്ള പല ആളുകൾക്കും ഇതേ രൂപത്തിൽ വരാനിരിക്കുന്ന ഒരു പ്രവാചകന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ. പരിശുദ്ധ ഖുർആൻ യഅരിഫൂനഹും കമാ യഅരിഫൂന അബ്നാഅഹും, സമാനമായിട്ടുള്ള സംഭവമാണ് നമുക്കറിയാം സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ കഥയിൽ നമ്മൾ കാണുന്നത്. ഇതേ രൂപത്തിൽ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ഇതേ രൂപത്തിൽ ഒരു പുരോഹിതനിൽ നിന്ന് കേൾക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം യാത്രാ സംഘത്തോടൊപ്പം മദീനയിൽ എത്തുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോകുന്ന സംഭവം നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ ഇതേ രൂപത്തിൽ മക്കയിൽ ഒരു വരാനിരിക്കുന്ന പ്രവാചകനെ കുറിച്ചുള്ള സന്തോഷ വാർത്തയും കേട്ടപ്പോ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിന് തിരിച്ചു പോകാനുള്ള ആഗ്രഹം ഇരട്ടിച്ചു. അതിനുവേണ്ടി അദ്ദേഹം തക്കം പാർത്തിരിക്കുന്ന ഒരിക്കല് മക്കയിലേക്കുള്ള ഒരു യാത്രാ സംഘം ഒരു കാരവന് പുറപ്പെട്ട സമയത്ത് അതിൽ രഹസ്യമായിട്ട് അദ്ദേഹം റോമിൽ നിന്നും മക്കയിലേക്ക് രക്ഷപ്പെടാൻ. അപ്പൊ മക്കയിൽ എത്തിയ സമയത്ത് അദ്ദേഹത്തിന് ആ ഭാഷ അങ്ങോട്ട് വഴങ്ങുന്നില്ല. കാരണം വളരെ ചെറുപ്പത്തിൽ പോയതാണ്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആ ഭാഷ വഴങ്ങാത്തതും അദ്ദേഹത്തിന്റെ മുടിയുടെ ആ ചുവപ്പെല്ലാം കണ്ട സമയത്ത് മക്കയിലുള്ള ആളുകൾ അദ്ദേഹത്തെ സുഹൈബ് റൂമി, അതായത് റോമക്കാരനായിട്ടുള്ള സുഹൈബ് എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പൊ നമുക്കറിയാം, അക്കാലഘട്ടത്തെ ഏറ്റവും വലിയ രണ്ട് സാമ്രാജ്യങ്ങളായിരുന്നു റോമും പേർഷ്യയും. അതായത് ഇന്ന് യൂറോപ്പ്, അമേരിക്ക എന്നെല്ലാം പറയപ്പെടുന്നത് പോലെ വലിയ സാമ്രാജ്യമാണ്. അപ്പൊ അവിടെ ഒരുപാട് കാലം വളർന്ന, അതായത് നിരവധി ജീവിതാനുഭവങ്ങളുള്ള സമർത്ഥനായിട്ടുള്ള വ്യക്തിയാണ് സുഹൈബ് എന്ന് മനസ്സിലാക്കിയ അവിടെ ഉണ്ടായിരുന്ന ഒരു ഖുറൈശി പ്രമാണി അബ്ദുല്ലാഹ് ഇബ്നു ജുദആൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടുപിടിച്ച് അവിടെ ഒരു ബിസിനസ് ആരംഭിക്കാൻ അവർ കച്ചവടം തുടങ്ങി. വളരെ നല്ല രീതിയിൽ ആ കച്ചവടം നടക്കാൻ, വളരെ ലാഭം കൊയ്യാൻ തുടങ്ങി. സുഹൈബ് റളിയല്ലാഹു അൻഹു സ്വാഭാവികമായിട്ട് അവര് നിരവധി സമ്പത്തെല്ലാം കയ്യിൽ വരാൻ തുടങ്ങി. പക്ഷെ ഈ സമ്പന്നനാകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ മുഴുവൻ പണ്ട് ആ പാതിരി പറഞ്ഞ വാക്കുകളാണ്. അതായത് വരാനിരിക്കുന്ന പ്രവാചകനെ കുറിച്ചുള്ള വാക്കുകൾ. അവസാനം ആ സമയത്ത് മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ച ആ വാർത്ത കേട്ടു. ആ വാർത്ത കേട്ട ഉടൻ തന്നെ സുഹൈബ് റളിയല്ലാഹു അൻഹു രഹസ്യമായിട്ട് ദാറുൽ അർഖമിലേക്ക് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി പോവാൻ. അപ്പൊ അവിടെ വെച്ചുകൊണ്ട് അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുന്ന സംഭവമെല്ലാം നമുക്ക് വായിക്കാൻ സാധിക്കും. ഏതായാലും
ഈ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹും സുഹൈബ് റൂമി റളിയല്ലാഹു അവർ രണ്ടും വലിയ സുഹൃത്തുക്കളായിരുന്നു. അവർ പ്രവാചകന്റെ സന്നിധിയിൽ വെച്ചുകൊണ്ട് അവർ ഇസ്ലാം സ്വീകരിക്കാൻ മുസ്ലിമായി. പക്ഷേ അദ്ദേഹത്തെ സംരക്ഷകനായിട്ട് അവിടെ ആരുണ്ടായിരുന്നില്ല. നമുക്കൊരു അക്കാലഘട്ടത്ത് അറേബ്യയിലുള്ള ഒരു സിസ്റ്റം, നിങ്ങൾക്കൊരു കഫീൽ നിർബന്ധമാണ്. അത് ആ കഫീലാണ് നിങ്ങളുടെ പാസ്പോർട്ട്. ഒരു കഫീൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമൂഹത്തിൽ വിലയുണ്ട്, അതില്ലെങ്കിൽ ആ സമൂഹത്തിനെതിരായിട്ട് നിങ്ങൾ നിലകൊണ്ടാൽ അവർ നിങ്ങളെ കൈവെക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ച് അബൂ ത്വാലിബായിരുന്നു പ്രവാചകന്റെ കഫീലായിട്ട് നിന്നത്. ആ അബൂ താലിബ് ജീവിച്ചിരിക്കുന്ന കാലം അത്രയും അവര് പ്രവാചകനെ ആക്രമിക്കാൻ ഭയപ്പെട്ടു. അബൂ താലിബ് മരണപ്പെട്ട ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ ത്വായിഫിലേക്ക് പോകാനുള്ള കാരണം ഇതേ രൂപത്തിലെ സംരക്ഷകൻ നഷ്ടപ്പെട്ടതാണ്. അപ്പൊ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിദേശിയാണ്, അദ്ദേഹത്തിന് കഫീൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ അദ്ദേഹത്തെ ശക്തമായിട്ട് മർദ്ദിക്കാൻ തുടങ്ങി. അദ്ദേഹത്തെ മാത്രമല്ല, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു, ഇതേ രൂപത്തിലുള്ള ചില ആളുകളെ ശക്തമായിട്ടുള്ള മർദ്ദനങ്ങൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരാൻ, അവസാന മർദ്ദനങ്ങളുടെ തീവ്രത വർദ്ധിച്ച സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജറ പോകാനുള്ള അനുമതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി. നമുക്കൊരു അനുമതി ലഭിച്ച ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ആദ്യം ഹിജറ പോയി. അവർ രണ്ടുപേരും ആദ്യം ഹിജറ പോയി. മൂന്നാമനായിട്ട് മദീനയിൽ എത്തണമെന്ന് സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു അതിയായി ആഗ്രഹിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ താല്പര്യം ഖുറൈശികൾ കൃത്യമായിട്ട് അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് അവർ നോട്ടമിട്ടു. അദ്ദേഹത്തെ നിരീക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീടിന് ചുറ്റും 24 മണിക്കൂർ അവർ കാവൽക്കാരെല്ലാം അവർ ഏർപ്പെടുത്തി. അതായത് ഒരിക്കലും ഇദ്ദേഹം ഇവിടുന്ന് രക്ഷപ്പെടാൻ പാടില്ല, അത് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം അവരുടെ നിരീക്ഷണ വലയത്തിൽ ജീവിക്കേണ്ടി വന്നു. അപ്പൊ യാതൊരു കാരണവുമില്ലാതെ അകാരണമായിട്ട് അദ്ദേഹത്തെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം ഒരു തന്ത്രം അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് അദ്ദേഹം പ്രയോഗിച്ചൊരു സൂത്രം എന്താന്ന് വെച്ചാൽ, അദ്ദേഹം ഒരിക്കലും വയറിന് അസുഖം ഉള്ളതായിട്ട് അവിടെ അഭിനയിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെ ഈ സംരക്ഷകരായിട്ട് പരിചാരകരായിട്ട് അവിടെയുള്ള കാവൽക്കാരോട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് വയറിന് തീരെ സുഖമില്ല, എന്നെ ടോയ്ലറ്റിൽ പോകാൻ നിങ്ങൾ അനുവദിക്കണം. അപ്പോൾ ടോയ്ലറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇക്കാലഘട്ടത്ത് പോലെ ബാത്റൂം അറ്റാച്ച്ഡ് ഒന്നല്ല, അതായത് വീടിനപ്പുറം ഒരല്പം ദൂരത്തേക്ക് പോകണം. അപ്പൊ അദ്ദേഹം അത് പറഞ്ഞ സന്ദർഭത്തിൽ അവര് അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് നിരീക്ഷിച്ച് ആദ്യത്തെ സമയത്ത് അദ്ദേഹത്തിന് അനുമതി നൽകി. അപ്പൊ അദ്ദേഹം പോയി കൃത്യമായിട്ട് അദ്ദേഹം തിരിച്ചു വരികയും ചെയ്തു. രണ്ടാമതും പോയി കൃത്യമായിട്ട് തിരിച്ചു വന്നു. 3, 4, 5 തവണ അദ്ദേഹം ഇതേ രൂപത്തിൽ കൃത്യമായിട്ട് തിരിച്ചു വന്ന സന്ദർഭത്തിൽ അവിടെയുള്ള കാവൽക്കാർക്ക് മനസ്സിലായി ഇദ്ദേഹം കളവല്ല പറയുന്നത്, യഥാർത്ഥത്തിൽ ഇദ്ദേഹം രോഗം ബാധിച്ചിട്ടുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടാൻ. അത് മാത്രമല്ല, അവർ പറയുകയും ചെയ്തു, ഞങ്ങളുടെ ദൈവം, അതായത് ലാത്തയും ഉസ്സയെല്ലാം നിനക്ക് തന്ന ശിക്ഷയാണിത്, അനുഭവിക്കുന്നെല്ലാം പറഞ്ഞത് അവര് സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിനെ പരിഹസിക്കുകയും ചെയ്തു. അപ്പോൾ ഈ രണ്ടാളുകൾ, ഈ കാവൽക്കാരായിട്ടുള്ള രണ്ടാളുകൾ ചിന്തിക്കാണ്, ഈ രോഗിയായിട്ടുള്ള ഇദ്ദേഹം ഒരിക്കലും രക്ഷപ്പെടൂല. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് രക്ഷപ്പെടുന്നില്ല എന്നുള്ള ആ ധാരണയിൽ ഈ രണ്ടാളുകളും കിടന്നുറങ്ങിയ തക്ക നോക്കി സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് രക്ഷപ്പെടാണ്. മദീനയെ ലക്ഷ്യമാക്കിക്കൊണ്ട് അദ്ദേഹം കുതിക്കാണ്. പക്ഷേ അദ്ദേഹം പോയി ഒരല്പം കഴിയുമ്പോൾ ദൗർഭാഗ്യവശാൽ ഈ രണ്ടിൽ ഒരാൾ ഞെട്ടി എഴുന്നേറ്റ് നോക്കിയ സന്ദർഭത്തിൽ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു അവിടെ ഇല്ല. ഉടൻ തന്നെ അവർക്കുണ്ടായിരുന്ന ഏറ്റവും സ്പീഡുള്ള ഒരു കുതിര എടുത്തിട്ട് മദീനയിലേക്കുള്ള ആ പാതയിലൂടെ അവർ സുഹൈബ് റൂമിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ കുതിക്കാണ്. കാരണം അങ്ങോട്ടേ അദ്ദേഹം പോകുന്ന അവർക്ക് ഉറപ്പായിരുന്നു. ഒരുപാട് പോയി അവർ ദൂരെ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിനെ അവർ കാണുകയാണ്. കണ്ട സന്ദർഭത്തിൽ ശത്രുക്കൾ തന്നെ പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു അവിടെയുള്ള ഒരു കുന്നിന് മുകളിലേക്ക് കയറി. ആ സന്ദർഭത്തിൽ അടിയിലെ ശത്രുക്കൾ എന്നിട്ട് വളഞ്ഞ് മാത്രമല്ല അദ്ദേഹത്തെ കീഴടങ്ങാൻ ആവശ്യപ്പെടാൻ സുഹൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല അമ്പെയ്ത്തുകാരനാണ് ഞാൻ. അദ്ദേഹം അമ്പെയ്ത്തിൽ വളരെ വിദഗ്ധനായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്റെ അമ്പെയ്ത്തിലുള്ള വൈദഗ്ധ്യം. അതുകൊണ്ട് ആരെങ്കിലും എന്റെ അടുത്തേക്ക് അടുത്താൽ ഞാൻ അവരെ തീർച്ചയായിട്ടും അമ്പെയ്ത് വീഴ്ത്തും. അതുകൊണ്ട് നിങ്ങൾ ആരും എന്നെ പിടിക്കാൻ ശ്രമിക്കേണ്ടതില്ല. നിങ്ങൾ പിടിക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നെ കീഴടക്കാൻ സാധിച്ചേക്കാം, പക്ഷേ പല ആളുകൾക്കും ജീവൻ നഷ്ടപ്പെടും എന്നുള്ള ഒരു വാണിംഗ് അദ്ദേഹം കൊടുത്തു എന്നുള്ളതാണ്. അതായത് അങ്ങനെ പറയുമ്പോൾ അവിടെയുള്ള ഓരോ ആളുകളും ചിന്തിക്കും എന്റെ ജീവൻ പോകുമെന്ന് വെച്ച് ആരും അദ്ദേഹത്തോട് അടുക്കില്ല. അതായിരുന്നു അദ്ദേഹം പ്രയോഗിച്ചൊരു തന്ത്രമാണ്. ഏതായിരുന്നാലും അദ്ദേഹത്തെ വളഞ്ഞു, അദ്ദേഹത്തോട് കീഴടക്കാൻ അദ്ദേഹത്തെ ഏതായാലും അവർ വിടാൻ തീരുമാനിച്ചില്ല ആ സമയത്ത്. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞൊരു വാക്ക് എന്താന്ന് വെച്ചാൽ, നീ മക്കയിലേക്ക് ഒന്നുമില്ലാതെ വെറും കൈയായിട്ടാണ് നീ മക്കയിലേക്ക് വന്നത്, റോമിൽ നിന്ന് വന്നത്. പിന്നീട് ഇവിടെ ബിസിനസ് ചെയ്തിട്ടാണ് ഈ സമ്പത്ത് മുഴുവൻ നീ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടില് വെറും കൈയോടെ വന്നിട്ട് ഇത്രയും കാലം സമ്പാദിച്ചതായിട്ട് പോകാൻ ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല. അതായിരുന്നു അവർ പറഞ്ഞത്. ഏതുപോലെയെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ ചിന്തിക്കണം, യഥാർത്ഥത്തിൽ അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്താണ്. ഇപ്പൊ നമ്മള് വിദേശ നാട്ടിലൊക്കെ പോയിട്ട് ഇവിടെ അധ്വാനിച്ച് ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കി ഒരു പ്രവാസി അവസാനം എക്സിറ്റ് അടിച്ച് പോകുന്ന സമയത്ത്
എയർപോർട്ടിൽ വെച്ച് പാസ്പോർട്ട് പിടിച്ചിട്ട് പറയും ഇത്രയും കാലം ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടാക്കിയ സമ്പത്താണ്, അതുകൊണ്ട് ആ ഉണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ തന്നാലേ നിങ്ങൾക്ക് പോകാൻ സമ്മതിക്കൂ എന്നുള്ള അതിന് സമാനമായിട്ടൊരു സിറ്റുവേഷനാണ് സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു അവിടെ അഭിമുഖീകരിക്കുന്നത്. അപ്പൊ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ സമ്പത്താണ് നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ പ്രശ്നം സമ്പത്താണ്. അപ്പോൾ നിങ്ങൾ എന്റെ കയ്യിലുള്ള മുഴുവൻ സമ്പത്ത് ഞാൻ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ എന്നെ വിടുമോ? അതാണ് സുഹൈബ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്. അവർ പറഞ്ഞു തീർച്ചയായിട്ടും വിടും, ഒരു സംശയമില്ല, ഞങ്ങൾ വിടുമെന്ന് അവർ വാക്ക് നൽകുകയാണ്. അപ്പൊ അദ്ദേഹം ഉടനെ തന്നെ തന്റെ സമ്പത്ത് മുഴുവൻ അദ്ദേഹം സൂക്ഷിച്ച ആ രഹസ്യ സ്ഥലത്തെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് അന്ന് ബാങ്കൊന്നുമില്ല, അപ്പൊ അതുകൊണ്ട് തന്നെ സമ്പത്തെല്ലാം അവർ ഏതെങ്കിലും ഒരു സ്ഥലത്ത് രഹസ്യമായിട്ട് കുടിച്ചു വെക്കാറാണുള്ളത്. അപ്പൊ ഉടൻ തന്നെ അദ്ദേഹം താൻ ഇത്രയും കാലം ഉണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ കുടിച്ചു വെച്ച ആ സ്ഥലം അവർക്ക് നൽകുകയാണ്. കുഴിച്ചിട്ട ആ സ്ഥലം അവർ രഹസ്യ സ്ഥലം അദ്ദേഹത്തെ പറഞ്ഞു കൊടുത്തു. ഉടൻ തന്നെ അവർ അദ്ദേഹത്തെ പോകാൻ അനുവദിക്കാൻ. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കുക. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടാനുള്ള ആ അതിയായ ആഗ്രഹം കാരണം താൻ 10 വർഷത്തോളം അധ്വാനിച്ച മുഴുവൻ സമ്പത്തും അദ്ദേഹം നിസ്സാരമായിട്ട് അവർക്ക് നൽകാൻ സന്നദ്ധമാണ്. മറ്റൊരു ശ്രദ്ധേയമായിട്ടൊരു കാര്യം പണ്ഡിതന്മാർ സൂചിപ്പിക്കാറുള്ള എന്താന്ന് വെച്ചാൽ ആ സ്ഥലം പറഞ്ഞു കൊടുത്ത ഉടൻ തന്നെ അവർ അദ്ദേഹത്തെ വിറ്റു എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമ്മുടെ കാലത്തൊക്കെ ഏതെങ്കിലും ഒരു മുസ്ലിം ഇതേ രൂപത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തെ പിടിച്ചു വെച്ച് അവർ ആ സ്ഥലത്ത് പോയി പരിശോധിച്ചതിന് ശേഷം ഉറപ്പുവരുത്തിയതിനു ശേഷം വിടുകയുള്ളൂ. പക്ഷേ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു സ്ഥലം പറഞ്ഞ ഉടനെ തന്നെ അവർ വിട്ടു. കാരണം ഒരു മുസ്ലിം ഒരിക്കലും കളവ് പറയില്ല, അല്ലെങ്കിൽ വാക്ക് മാറ്റി പറയില്ല എന്നുള്ളത് ഏതൊരാൾക്കും ആ സമൂഹത്തിൽ അറിയായിരുന്നു. ചിന്തിച്ചു നോക്കൂ, സുബ്ഹാനല്ലാഹ്. അതിന്റെ കാരണം എന്താ വെച്ചാൽ അവരുടെ നേതാവിന്റെ ആ ക്വാളിറ്റി അനുയായികളിൽ പ്രതിഫലിക്കുന്നതായിട്ട് അവർ കണ്ടിരുന്നു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. കാരണം അവരുടെ നേതാവ് നമുക്കറിയാം പ്രവാചകത്വത്തിന് മുമ്പ് തന്നെ അൽ അമീനായിട്ട് ആ സമൂഹത്തിൽ അറിയപ്പെട്ട ഒരാളായിരുന്നു. അപ്പൊ നമുക്കറിയാം മുൻകാലത്ത് ശത്രുവായിരുന്ന അബൂ സുഫിയാൻ പോലും സിറിയയിലെ ആ റോമൻ ചക്രവർത്തി ഹിറക്കിളിന്റെ ആ ഒരു കൊട്ടാരത്തിൽ വെച്ചെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് എപ്പോഴെങ്കിലും അദ്ദേഹം കളവ് പറയുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സന്ദർഭത്തിൽ ശത്രുവായിരുന്ന അബൂ സുഫിയാൻ പോലും ഒരിക്കലും ഞങ്ങൾ ഇന്നേ വരെ അദ്ദേഹം കളവ് പറയുന്നവനായിട്ട് കേട്ടിട്ടില്ല എന്ന് അബൂ സുഫിയാൻ മറുപടി പറയുന്നതായിട്ട് നമ്മൾ അവിടെ കാണുന്നുണ്ട്. അപ്പൊ ശത്രുക്കളുടെ നാവിൽ നിന്ന് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്ന ആ നേതാവിന്റെ അനുയായിയായിരുന്ന അദ്ദേഹം ഒരിക്കലും കളവ് പറയില്ല എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത് പറഞ്ഞ ഉടൻ തന്നെ അവര് സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിനെ വിട്ടയക്കുകയാണ്. അപ്പൊ മൊത്തം സമ്പത്തും നിസ്സാരമായിട്ട് അവരുടെ കയ്യിൽ നൽകിയിട്ട് അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി മദീനയിലേക്ക് കുതിക്കുകയാണ്. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മദീനയിൽ ആ ഖുബാ പ്രദേശത്ത് എത്തുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെയും പ്രതീക്ഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിൽക്കുന്നുണ്ട്. കണ്ട ഉടൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റബിഹൽ ബൈ യാ അബൂ യഹ്യ, റബിഹൽ ബൈ യാ അബൂ യഹ്യ. എത്ര ലാഭകരമായിട്ടുള്ളൊരു കച്ചവടമാണ് നിങ്ങൾ നടത്തിയത്, എത്ര ലാഭകരമായിട്ടുള്ളൊരു കച്ചവടമാണ് നിങ്ങൾ നടത്തിയിട്ടാണ് നിങ്ങൾ വരുന്നത്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒരിക്കലും അറിയില്ലായിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹം തന്നെ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാരണം ജിബ്രീൽ മുഖേന അല്ലാതെ ആ വാർത്ത മറ്റൊരാളും അവിടെ എത്തിക്കാൻ സാധ്യല്ല, കാരണം അതിന് മാറ്റാനും സാക്ഷിയല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാത്തിനും സാക്ഷിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ മുഖേന ആ സംഭവം അറിയിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിനെ കണ്ട ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ റബിഹൽ ബൈ, എത്ര ലാഭകരമായിട്ടുള്ള കച്ചവടമാണ് നിങ്ങൾ നടത്തിയത്. ആ സംഭവത്തെ ആസ്പദമാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ 207-ാമത്തെ വചനം, സൂറത്തുൽ ബഖറയുടെ 207-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുകയും ചെയ്തു. വമിനൻ നാസി മൻ യശ്രി നഫ്സഹു ഇബ്തിഗാ മർളാത്തില്ലാ. ജനങ്ങളിൽ ചില ആളുകളുണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം തേടിക്കൊണ്ട് സ്വന്തം ജീവിതം അവർ നിസ്സാരമായിട്ട് വിറ്റ ചില ആളുകൾ ജനങ്ങളിലുണ്ട്. ആ ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവതരിപ്പിക്കാനുള്ള പശ്ചാത്തലം, അതിന്റെ സബബ് ഈ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. വളരെ നിസ്സാരമായിട്ട് താൻ അത്രയും കാലം സമ്പാദിച്ച ആ സമ്പാദ്യം അദ്ദേഹം അവർക്ക് മുമ്പിൽ ഇട്ടുകൊടുക്കുകയാണ്. പ്രത്യക്ഷത്തിൽ ഏറ്റവും വലിയ നഷ്ടക്കച്ചവടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞ വാക്കുകൾ എത്ര ലാഭകരമായിട്ടുള്ള കച്ചവടമാണ് നിങ്ങൾ നടത്തിയത് എന്നുള്ളതാണ്.